السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വഫി ക്യാമ്പസ് ഡീൻ ഡോക്ടർ അബ്ദുൽ ജലീൽ വഫി അൽ-ഹസൻ, ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ അയ്യൂബ് വഫി, ഡോക്ടർ മുഹമ്മദ് അലി വഫി, റഫീഖ് വഫി, ഡോക്ടർ നൗഫൽ വഫി, അബ്ദുറഹ്മാൻ ഫൈലി, മൊയ്നുദ്ദീൻ ബാക്കവി, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഫൈലി, വഫി ക്യാമ്പസ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ, ഇവിടെ ഖിറാത്ത് പാരായണം ചെയ്ത മിഖ്താദ് മുഹിദ്ദീൻ, വേദിയിലും സദസ്സിലുപേക്ഷായ ഉസ്താദുമാരെ, ഇഷ്ട വ്യക്തിത്വങ്ങളെ, സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഫി വിദ്യാഭ്യാസ പദ്ധതിയുടെ PG ക്യാമ്പസ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ 2024-25 വർഷ കാലത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന വേദിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വഫിയ സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹരഥന്മാരായ ഉലമാക്കളുടെ ആശീർവാദങ്ങളുടെ അനുഗ്രഹങ്ങളുടെ തുടക്കം കുറിച്ചൊരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയാണ്. SSLC പാസ്സായ വിദ്യാർത്ഥിനികൾക്ക് മതവിജ്ഞാനവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നേടുവാനുള്ള അവസരമാണ് ഇതുവഴി സാധ്യമാക്കി. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന മക്കൾക്ക് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ ധാർമ്മിക ബോധ്യത്തോടു കൂടി ഇസ്ലാമികമായ സംസ്കാരത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനുള്ളൊരു മഹത്തായ പാഠ്യപദ്ധതിയാണ് CS കൂടി യാഥാർത്ഥ്യമായി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കേരളത്തിലെ ഓരോ മുസ്ലിം രക്ഷിതാക്കളും അതിനെ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയും ഇന്ന് കേരളത്തിൽ വിവിധ ജില്ലകളിൽ CS കീഴിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠനം നടത്തുന്നു. നമുക്കറിയാം, തീർച്ചയായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ ഇങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദാറുൽ കടമയിൽ റഹ്മാനിയ, ഇപ്പോൾ നമുക്കറിയാം ജാമിഅ നൂരിയയുടെ ജൂനിയർ കോളേജുകളും ഒക്കെ തന്നെ രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുന്ന പാഠ്യപദ്ധതിയിൽ കൂടിയാണ് മുന്നേറുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യ ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളായ ദർസുകളിലും അവിടെ കിതാബുകളോടൊപ്പം തന്നെ സ്കൂളുകളിൽ പഠിക്കുവാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളരുന്ന ഓരോ
സഹോദരങ്ങളും ഇന്ന് ബിരുദാനന്തര മേഖലയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ചുകൾ നടത്തി ഡോക്ടറേറ്റ് നേടിയെടുക്കുകയും അത് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള മറ്റു ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലും വാഫികൾ ഒക്കെ കൂടുതൽ ഉന്നത ബിരുദാനന്തര ബിരുദങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഉസ്താദുമാരായ പലരും അൽ-അസ്ഹറിലും മറ്റു ലോകപ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയവരാണ്. അതൊക്കെ തന്നെ നമുക്കറിയാം. നമ്മുടെ ഇസ്ലാമിക ദഅവത്ത് കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. കേരളത്തിന് പുറത്തേക്കും ഇന്ത്യയിലെ മറ്റു മുസ്ലിം സമൂഹത്തിനും ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്കറിയാം ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും ലഭിക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് ദീനി വിജ്ഞാനവും ഭൗതിക വിദ്യാഭ്യാസവും നൽകി അവരുടെ നാളത്തെ സാമൂഹിക, രാഷ്ട്രീയ, മത രംഗങ്ങളിലുള്ള നേതൃത്വം സൃഷ്ടിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഇത്തരം വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻകരകൾ കടന്നുകൊണ്ടും നേതൃത്വത്തിൽ നിൽക്കുവാൻ ഉതകുന്ന യുവ പണ്ഡിതന്മാരെയാണ് വളർത്തിയെടുക്കുന്നത്. നമുക്കറിയാം വാഫികളും വഫീകളും ഒക്കെ തന്നെ വളരെ വലിയ സേവനങ്ങളാണ് ദീനി ദഅവത്തിന്റെ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഫിയകളായ പണ്ഡിതകൾ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ അധ്യാപികമാരായി സേവനമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സഹോദരിമാർ ഇസ്ലാമിക വിജ്ഞാനവും പൊതുവിദ്യാഭ്യാസവും ഒരുമിച്ച് നേടിക്കൊണ്ട് വളർന്നു വരുന്ന തലമുറകൾക്ക് ആത്മീയ ബോധ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം, ഒരു സംസ്കാരവും കെട്ടിപ്പടുക്കുവാൻ വളരെയധികം ഉപകരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതിയിൽ കൂടി വളരുവാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ മുൻഗാമികളായ ഉലമാക്കൾ വളരെ ത്യാഗപൂർണമായ ജീവിതമാണ് സമർപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണെന്നുള്ള വിശേഷണം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഉമ്മത്തിന് നേതൃത്വം നൽകുവാനും അങ്ങനെ ഒരു ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറകളെ ഇവിടെ ഓരോ കാലത്തും വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മദ്രസകളും
ദർസുകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളും അനാഥ അഗതി മന്ദിരങ്ങൾ അങ്ങനെയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവർക്കും ഉന്നതമായ അറിവ് പകർന്നു നൽകുവാൻ അവരൊക്കെ അവരുടെ സമ്പത്തും അധ്വാനവും എല്ലാം ദീനിനു വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. അതിൻ്റെ ഗുണഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വരും തലമുറകളിലേക്കും അത് പകർന്നു നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സ്റ്റുഡൻസ് യൂണിയൻ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും കലാസാഹിത്യ മേഖലകളിൽ പ്രഭാഷണ രംഗത്തും എഴുത്തിൻ്റെ രംഗത്തുമൊക്കെ തന്നെ അവരെ പ്രതിഭാശാലികളാക്കി വളർത്തുവാനുള്ള ഒരു സംരംഭമാണ്, അതിനുള്ളൊരു പഠന കളരിയാണ് സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാഫി ക്യാമ്പസ് സ്റ്റുഡൻസ് യൂണിയന്റെ ഭാരവാഹികൾക്ക് എന്നതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ നാളെയുടെ വാഗ്ദാനങ്ങളായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം ആദർശ പ്രചരണത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അഭിരുചിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളെ മാതൃകയാക്കിക്കൊണ്ട് ഉലമാക്കളും സദാത്തുക്കളും ഉമറാക്കളും ഒക്കെ നമുക്ക് പകർന്നു തരുന്ന ആ ഒരു സരണിയിൽ കൂടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് ജീവിക്കുവാനും മറ്റുള്ളവരിലേക്ക് അറിവ് പകർന്നു നൽകിക്കൊണ്ട് ഉന്നതമായ ആത്മീയ ചൈതന്യം ഓരോ കാലത്തും ഓരോ കാലഘട്ടത്തിലും ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. നമുക്കതിന് എല്ലാ അർത്ഥത്തിലും വഴി കാണിക്കുകയും ഇത്തരം സ്ഥാപനങ്ങൾക്ക് വിത്തുഭാവുകയും ചെയ്ത നമുക്കറിയാം, ഈ സ്ഥാപനം യാഥാർത്ഥ്യമായത് ബാപ്പു ഹാജി അവർ നൽകിയ ആ ഒരു വലിയ അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള മഹത്തുക്കൾ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനകരമായ ഉയർച്ചയ്ക്ക് വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹു മഹാനവറുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉന്നത ശീർഷായ ഉലമാക്കൾ, ഉമറാക്കൾ, സദാത്തുക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ നേതൃത്വം നൽകി അതിനെ സാമ്പത്തും അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ ചെലവഴിച്ച പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ചുകൂട്ടുമാറാകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, നമ്മുടെ ഉലമാക്കൾ, ഉമറാക്കൾ, സദാത്തുക്കൾ ഇത്തരം പാഠ്യ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകി അതൊക്കെ ഉന്നതിയിലേക്ക് എത്തിച്ച നമ്മുടെ മഹരഥന്മാരായ ഉലമാക്കൾ, ഉമറാക്കൾ, സദാത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിഫാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഈ സ്ഥാപനത്തെയും ഇതുപോലെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ എല്ലാ കാലത്തും അള്ളാഹു നിലനിർത്തിമാകട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും സലാമത്തും നൽകട്ടെ. നമ്മുടെ എല്ലാ ഹലാലെ മുറാദുകളും അള്ളാഹു ഹസ്നാക്കി തരുമാകട്ടെ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഐക്യവും ആ എല്ലാവിധ ഒറ്റക്കെട്ടായുള്ള ആ പ്രവർത്തന സാഹചര്യവും അള്ളാഹു നിലനിർത്തിമാകട്ടെ. എല്ലാവിധ ആപത്തും മുസീബത്തുകളും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ നമ്മെ അള്ളാഹു പെടുത്തട്ടെ. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന തഅലീമിങ്ങൾക്കും ഇവിടുത്തെ ഉസ്താദുമാർക്കും ഒക്കെ അള്ളാഹു എല്ലാവിധത്തിലുള്ള വിജയവും നൽകുമാറാകട്ടെ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ വാഫി ക്യാമ്പസ് സ്റ്റുഡൻസ് യൂണിയന് എല്ലാവിധ വിജയം ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ തിരുനാമത്തിൽ യൂണിയന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. പ്രിയപ്പെട്ട തങ്ങളെ എത്രത്തോളം ഫ്രീ ആയിട്ട് നമുക്കിനി എവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇനി ചോദ്യോത്തരവേള അങ്ങനെയല്ല, ഒരു സ്നേഹ സംഭാഷണത്തിന് ഈ ഒരു സദസ്സ് വഴിമാറുകയാണ്. തങ്ങളുടെ ചെറുപ്പം, ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ, തങ്ങളുടെ പഠനകാലം എല്ലാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയൊരു അവസരമാണ്. വളരെ സ്നേഹത്തോടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെയും അതിന് മറുപടി എന്നല്ല സംസാരിക്കുന്നതിന് വേണ്ടി തങ്ങളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പൈതൃകം എന്ന പരിപാടിക്ക് ഇറങ്ങിയ ആ ബുക്ക് വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അതിൽ തങ്ങന്മാരെ സംബന്ധിച്ചും കൊടുത്തനെ ഉത്തരവാദിത്തം സംബന്ധിച്ച് കൂടുതൽ നേരം കഴിഞ്ഞു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട പൈതൃകങ്ങൾ വരെയുള്ള ഒരു കൂടുതൽ ഡീറ്റെയിലായിട്ട് കാര്യമായി കണ്ടുകൊള്ളു. അപ്പോൾ എനിക്കൊരാഗ്രഹം, തങ്ങളുടെ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് ആരാണെന്ന് നേരിട്ട് കൂടിയാണല്ലോ. അപ്പോൾ തങ്ങൾ അനുഭവപ്പെടാൻ തങ്ങളുടെ വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള പ്രവർത്തനം കാര്യങ്ങളൊക്കെ. എൻ്റെ വിദ്യാഭ്യാസം എല്ലാവരും പോലെ നമ്മുടെ സ്വന്തം നാട്ടിൽ മദ്രസ മദ്രസയിലും മദ്രസ പഠനം പൂർത്തിയാക്കി. അതുപോലെ സ്കൂൾ മേഖലയിലും LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ വരെ പാണക്കാട് തന്നെ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ഫാറൂഖ് കോളേജിലും പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കുകയും PG MBA കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ അവിടെയും പഠനം പൂർത്തിയാക്കി. പിന്നീട് ഇങ്ങനെ സംഘടനാ രംഗത്തേക്കും SKSFിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായിട്ടാണ് ആദ്യമായി വന്നത്. ബാപ്പയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു 4-5 വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് വഫാത്തായി. എന്നാലും വളരെ നല്ല ഹൃദ്യമായ, വളരെ ഊഷ്മളമായ ഓർമ്മകൾ ബാപ്പയെ കുറിച്ചുണ്ട്. കൂടെ ഭക്ഷണം കഴിച്ചു, അതുപോലെ അങ്ങനെ വളരെ നല്ല ഓർമ്മകളാണുള്ളത്. അതുപോലെ തന്നെ ബാപ്പയുടെ അന്ത്യ നിമിഷങ്ങളിലും ഒരുമിച്ച് ആ സമയം നമ്മുടെ ബാപ്പയുടെ മൂത്ത സഹോദരൻ മൂത്താപ്പയുടെ മടിയിൽ ഇരിക്കുന്ന ആ ഒരു ഓർമ്മയുണ്ട്. അതുപോലെ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. വിവാദത്തെ താഴെ പ്രവർത്തനങ്ങളിൽ തലയെ സജീവമായിട്ട് പങ്കെടുത്തതായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അതിലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്
അതിനു മുമ്പായി മതഭരണ രംഗത്ത് സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്ന പൂവാട് മൊയ്തീൻ ഹാജി അവരുടെ വീട്ടിൽ ഞാനും അതുപോലെ എൻ്റെ സഹോദരന്മാരുടെ മക്കൾ റഷീദ് അലി, അമീദ് അലി, ബഷീർ അലി, നമ്മൾ 4 പേരും വൈകുന്നേരങ്ങളിൽ കിതാബ് ഓതുവാൻ സാധിച്ചു. അതിനുശേഷം ഫാറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമീപത്തുള്ള ദർസിലും ചെറുതായി പഠനം നടത്തുവാൻ ആ പ്രീ ഡിഗ്രി കാലത്ത് സാധിച്ചു. അവിടെ ഉസ്താദായി അലവിക്കുട്ടി ഫൈലി എന്നവர்களായിരുന്നു. പിന്നെ ഇബാദിൻ്റെ ചെയർമാനായി വന്നതിന് ശേഷം നമ്മുടെ ദായിമാരുടെ കൂടെ പല വിദൂര പ്രദേശങ്ങളിലും പാലക്കാട്, തമിഴ്നാടിൻ്റെ ബോർഡറിൽ, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും പോയി അവിടെയൊക്കെ മദ്രസ പഠനം പോലും ലഭിക്കാത്ത കുടുംബങ്ങളെ കാണുവാനും അവർക്ക് ഫാത്തിഹ സൂറത്തും മറ്റും പഠിപ്പിച്ച് അവരെയൊക്കെ മസ്ജിദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ദായിമാർ പഠിപ്പിക്കുകയും അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പരിശുദ്ധ, നമുക്കറിയാം ഇബാദ് എന്നുള്ളത് വളരെ നിശബ്ദമായ ഒരു പ്രവർത്തന മേഖലയാണ്. കാഫിലകൾ പോയിക്കൊണ്ട് ഓരോ മഹലിലും ഇതുപോലെ ദീനി വിജ്ഞാനം നേടാത്തവർക്ക് വേണ്ടി അവർക്ക് അതൊക്കെ പഠിപ്പിക്കുവാനുള്ള അവസരങ്ങൾ അതുവഴി അതാത് മഹല്ലുകളിലെ ഉസ്താദുമാരെ കാണുകയും അവർക്ക് പ്രത്യേകം ക്ലാസുകൾ നൽകുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അതുപോലെ നമുക്കറിയാം അവിടെയൊക്കെയുള്ള വളരെ പ്രായമേറിയ സഹോദരന്മാർ പോലും ഫാത്തിഹ സൂറത്ത് അറിയാത്തവരാണ് നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും അവർക്കൊരു ദീനി അറിവ് നൽകുക നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണെന്ന് അത്തരം സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, ഇന്ന് ഇബാദിൻ്റെ ഒട്ടേറെ ദായിമാർ ദൈനംദിനം ഇത്തരം പ്രദേശങ്ങളിൽ, അത് ഈ ദൂരത്ത് മാത്രമല്ല നമുക്കിടയിലും പല കുടുംബങ്ങളിലും അങ്ങനെയോ അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ആ യാത്രകൾ കൂടി നമുക്ക് സാധിച്ചു. അട്ടപ്പാടിയിലും അങ്ങനെ പല നമുക്കൊക്കെ ചുറ്റുപാടിലും അങ്ങനത്തെ പല കുടുംബങ്ങളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ആത്മീയ ബോധം നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ വെളിച്ചം നമ്മുടെ ദായിമാർ മുഖേന ഒട്ടേറെ സഹോദരി സഹോദരന്മാർക്കും കുടുംബത്തിനും ആ ഇസ്ലാം പുൽകുവാനുള്ള അവസരം അതുവഴി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അതൊക്കെ ഉന്നതമായ വിജയം നൽകി അവർക്കൊക്കെ അതിനുള്ള തൗഫീഖ് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പിന്നെ അപ്പം നിങ്ങളൊക്കെ സമുദായം ഒക്കെ വളരെ പ്രതീക്ഷയോടാണ് കാണുന്നത്. അല്ലാഹു എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗത്തും വിദ്യാഭ്യാസ മേഖലയുമൊക്കെ നേതൃത്വം നൽകുവാൻ
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇങ്ങനെയൊക്കെ വഴി കാണിക്കുകയും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ച ഒട്ടേറെ പണ്ഡിത ശ്രേഷ്ഠരുണ്ട്, സദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളുമുണ്ട്. അവരുടെയൊക്കെ സമ്പത്തും വിയർപ്പും ഒക്കെ തന്നെ ഇതിനു വേണ്ടി വിനിയോഗിച്ചവരാണ്. എല്ലാവരും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തുടർന്നും അത്തരം മേഖലയിൽ പ്രവർത്തിക്കുവാൻ അവർക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.